നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു സ്പ്ലിൻഡർ സെൽ ഡെത്ത് വാച്ച്. നെറ്റ്ഫ്ലിക്സിലൂടെ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു സീരീസ് ആണ് ഇത്. ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ ഗെയിം ഒക്കെ കളിച്ച ഒരുപാട് ആളുകൾക്ക് അത് കൂടുതലായിട്ട് കണക്ട് ആവും. ഇതിന്റെ സ്റ്റോറി ലൈൻ എന്താണ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത്, ഈ ഒരു സീരീസിന് മുമ്പ് എന്തൊക്കെയാണ് ഇതിന്റെ ആ ഒരു ഗെയിം ഫ്രാഞ്ചൈസിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കഥയൊക്കെ അറിയായിരിക്കാം. ആൻഡ് സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റ് തന്നെ, ഒരു എക്സ് ഏജന്റ് ഒരു പെർട്ടിക്കുലർ മിഷൻ ഏറ്റെടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കുറേ ചലഞ്ചസ് ഡീൽ ചെയ്യും, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്റ്റോറി. ബട്ട് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു എക്സിക്യൂഷൻ സ്റ്റൈൽ ആൻഡ് ഇതിന്റെ എൻഡിങ് വളരെ അധികം നമ്മൾ എൻഡിങ്ങിലൊക്കെ എത്തുമ്പോൾ ഓക്കെ ഇനി എന്താ ഉണ്ടാവുക എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തന്നെ, ഇത് ഒരുപാട് പടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ സീരീസിൽ കണ്ടിട്ടുള്ളതാണ് എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരാം. പക്ഷെ അവിടെ അതിനെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്ക് ഈ സീരീസിലെ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. ഓരോ എപ്പിസോഡ്സും ഒരു 20-25 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അത് നല്ല പോലെ തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അവർ ക്യാരക്ടേഴ്സിന്റെ ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. കണക്ട് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് സീസൺ 2 അനൗൺസ് ചെയ്തിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതാണെങ്കിൽ എന്തായാലും കണ്ടുനോക്കുക.